നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെങ്കിലും അനലിസ്റ്റുകൾ ഇപ്പോഴും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബുള്ളിഷാണ്. ഇന്ന് അപ്പോളോ മൈക്രോസിസ്റ്റം 1%, അസ്ട്ര മൈക്രോവേവ് 2.6%, ഭാരത് ഡൈനാമിക്സ് 1.2%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 1.5%, ഡാറ്റ പാറ്റേൺ 2.5%, DCX സിസ്റ്റം 2.6%, ഐഡിയ ഫോർജ് 1.2%, മസഗോൺ ഡോക്ക് 3%, എംഡാർ ടെക്നോളജി 1%-അടുത്തും ഇടിഞ്ഞിരുന്നു. എന്നാലും മോത്തിലാൽ ഒസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കിൽ ബുള്ളിഷ് ഔട്ട്കം വെച്ച് പുലർത്തുന്നു. അതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റീസെൻ്റ്ലി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 79,000 കോടി രൂപയുടെ അക്വിസിഷന് ആവശ്യമായ അപ്രൂവൽ നൽകിയതാണ്. ഇത് BEL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, BDL, അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് ലോങ് ടൈമിൽ ഗുണം ചെയ്യും എന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്സ്പോർട്ടിലും ഡിഫൻസ് ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റിലുമൊക്കെ ഇന്ത്യ വളരെ മുന്നിലാണ്. റീസെൻ്റ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ 2026 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം 3.3 ട്രില്യൺ രൂപയുടെ അക്വിസിഷൻ പ്രപ്പോസലാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയത്. ഇതൊക്കെ ലോങ് ടൈമിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് തുടരുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുമെന്ന് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ഇവിടെ പ്രധാനമായും അക്വിസിഷൻ വരുന്നത് ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. മിസൈൽ സിസ്റ്റം, എയർ ഡിഫൻസ്, സർവൈലൻസ്, ട്രെയിനിങ് മൊഡ്യൂൾസ്, നേവൽ പ്ലാറ്റ്ഫോം തുടങ്ങിയവയുടെ അപ്ഗ്രേഡേഷനുമായി ബന്ധപ്പെട്ടാണ് പല കോൺട്രാക്റ്റുകളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബ്രോക്കേജ് ഏജൻസികൾ BEL, HAL, BDL, അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു. മോത്തിലാൽ ഒസ്വാളിൻ്റെ ബ്രോക്കേജ് ഏജൻസികൾ അല്ലെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ BELന് 500 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് 400 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. 27% അപ്സൈഡ് പൊട്ടൻഷ്യൽ. HAL 4,300 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതിന് 5,800 രൂപയുടെ ടാർഗറ്റ്, അതായത് 32% അപ്സൈഡിൽ. BDL 1,400 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 2,000 രൂപയുടെ ടാർഗറ്റ്, അതായത് 35% അപ്സൈഡുള്ള ടാർഗറ്റും. അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് ലിമിറ്റഡിന് 1,100 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ സെൻ ടെക്നോളജീസിന് 1,400 രൂപയുടെ ടാർഗറ്റ്, അതായത് ന്യൂട്രൽ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനി 2025 ഡിഫൻസ് സെക്ടറിലെ കമ്പനികളുടെ ഓവറാൾ പെർഫോമൻസ് നോക്കിയാൽ അവയിലും മികച്ച പെർഫോമൻസ് ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. GRSE ഇയർ ടിൽ ഡേറ്റിൽ 45%, എംഡാർ ടെക്നോളജി 40%, പാരസ് ഡിഫൻസ് 33%, BEL 32%, ഭാരത് ഡൈനാമിക്സ് 26%, അസ്ട്ര മൈക്രോ 23%, സോളാർ ഇൻഡസ്ട്രീസ് 20%, ഭാരത് ഫോർജ് 12%, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 4%, ഡൈനാമിക് ടെക്നോളജി 10%, ഡാറ്റ പാറ്റേൺ 3% പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ഇവിടെ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പല അനലിസ്റ്റുകളും ബുള്ളിഷായി തുടരുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2025 ഫിനാൻഷ്യൽ ഇയറിൽ 193 കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്ത് ഡിഫൻസ് 193 കോൺട്രാക്റ്റുകൾക്ക് അംഗീകാരം നൽകിയത് ലോക്കൽ ഡിഫൻസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HAL, BEL തുടങ്ങിയ കമ്പനികളിൽ നിന്നും സബ് കോൺട്രാക്റ്റ് ലഭിക്കുന്ന കമ്പനികളുടെയും വിസിബിലിറ്റി വരുന്ന 5 മുതൽ 10 വർഷത്തേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്സ്പോർട്ടിലും ഇന്ത്യ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. 2025 23,620 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ടാണ് ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത്. 2025 വർഷത്തിൽ ഡിഫൻസ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസിനെ സഹായിച്ച നിർണായക ഘടകങ്ങൾ റഷ്യ ഉക്രൈൻ വാർ, മിഡിൽ ഈസ്റ്റിലുണ്ടായിരിക്കുന്ന ഇൻസ്റ്റേബിലിറ്റി, ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയവയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 2026 ഇത് തുടരും. 2026 ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആകുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം ഡിഫൻസ് ബഡ്ജറ്റ് 6.81 ലക്ഷം കോടിയിലേക്ക് ഗവൺമെൻറ് ഉയർത്താനുള്ള തീരുമാനമാണ്. ഇതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രോജക്റ്റിനെ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന കൺസെപ്റ്റിനെ വരും വർഷവും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കും. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് ലഭിച്ചേക്കും. ഇവിടെ തന്നെ അനലിസ്റ്റുകളുടെ ടോപ്പ് പിക്ക് നമ്മൾ പരിശോധിക്കും.
പരിശോധിച്ചാൽ അവിടെ ഒന്നാമതായി കാണുന്നത് അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് ആണ്. 18 മുതൽ 23% CAGR കൂടിയുള്ള റവന്യൂ ഗ്രോത്ത് കമ്പനി അച്ചീവ് ചെയ്തു കഴിഞ്ഞു. എബിറ്റ മാർജിൻ 25.6% വർദ്ധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് BEL ആണ്. 25% പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ടിൽ കമ്പനി നിർണായകമായ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 500 എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ സബ്മറൈൻ വാർഷിപ്പ് കൺസ്ട്രക്ഷനിലെ മൊണോപ്പൊളി സ്റ്റോക്കായ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിലും അനലിസ്റ്റുകൾ ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്